മഴ വീണ്ടും വ്യാപകമാകുന്ന ഒരു സാഹചര്യത്തിൽ ജില്ലകളിലെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിൻ്റെ പൂർണ്ണമായ വിശകലനത്തിന് വേണ്ടി വീണ്ടും ഇന്നും കളക്ടർമാരുമായിട്ടുള്ള കൂടിയാലോചന ഇക്കാര്യത്തിൽ നടത്തുകയാണ്. നേരത്തെ ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ അതത് സമയങ്ങളിൽ ജില്ലാ നിലവാരത്തിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയും സർക്കാരും റവന്യൂ വകുപ്പും ദുരന്ത നിവാരണ വകുപ്പുമൊക്കെ കൃത്യതയോടുകൂടി വിലയിരുത്തി പോകുന്നുണ്ട്. ഇപ്പോൾ മധ്യകേരളം മുതൽ മഹാരാഷ്ട്ര തീരം വരെ ഒരു ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് കേരളത്തിൻ്റെ തീരത്ത് പടിഞ്ഞാറൻ തെക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമായിട്ട് തുടരുന്ന ഒരു സ്ഥിതിയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫലം എന്ന നിലയിൽ ഒരു 3 ദിവസം കൂടി ഇന്നുൾപ്പെടെ മറ്റന്നാൾ വരെ പൂർണ്ണമായും ശക്തമായ മഴയോ അതിതീവ്രമായ മഴയോ വിവിധങ്ങളായ മേഖലകളിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. നേരത്തെ പറഞ്ഞിരുന്നതിൽ നിന്ന് ഒരു മോഡറേറ്റ് റെയിൻ്റെ സ്വഭാവം മാറി അതിശക്തമായ മഴയോ അതിതീവ്രമായ മഴയോ മറ്റന്നാൾ വരെ കേരളത്തിലുണ്ടാകും എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുത. അലർട്ടുകൾ ഉച്ചയ്ക്ക് ലഭ്യമായത് നിങ്ങളോട് പറഞ്ഞു. ഇപ്പോഴത്തെ ലഭ്യമായ ഉച്ചയ്ക്കലത്തെ അലർട്ട് അനുസരിച്ച് നാളെ കണ്ണൂരിലും വയനാടിലും ഓറഞ്ച് അലർട്ട് തന്നെയാണ്. ഇന്ന് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, ഇടുക്കി, എറണാകുളം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ടായിരുന്നു. അപ്പോൾ ആ വിധത്തിൽ അലർട്ടിൻ്റെ സ്വഭാവം ഒരുപക്ഷെ എപ്പോഴും മാറി വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ഓറഞ്ച് അലർട്ട് പൊതുവായി നിലനിൽക്കുന്നു എന്ന ധാരണയോടുകൂടി തന്നെ ഓറഞ്ച് ബുക്കുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് ഇപ്പോൾ ധരിച്ചിട്ടുള്ളത്. ദുരന്ത നിവാരണ ഏജൻസി ഒക്കെ ഉൾപ്പെടെ നൽകുന്ന വിവരങ്ങളനുസരിച്ച് സാധാരണ നിലയിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ തീവ്രമായ മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അളവിൽ കൂടുതൽ പെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. സാധാരണ കാണാത്തതുപോലെ കഴിഞ്ഞ മെയ് അവസാനത്തിലും അത് നമുക്ക് മെയ് പകുതിയിലും അത് നമുക്ക് നല്ലതുപോലെ കാണാനുണ്ടായിരുന്നു. അതായത് ഈ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഒരുപക്ഷെ ഈ വർഷത്തെ തന്നെ കാലവർഷ സീസണിലെ ഏറ്റവും വലിയ മഴയാണിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഇന്ന് രേഖപ്പെടുത്തിയ മഴയനുസരിച്ച് ഏവറേജ് 69.6 മില്ലിമീറ്റർ മഴ കേരളത്തിലുണ്ടായി. സമീപ ഭൂതകാലത്തൊന്നും അങ്ങനെ ഒരു അനുഭവം നമുക്കില്ല. മാത്രമല്ല ഈ കാലവർഷക്കാലത്തെ ഏറ്റവും കൂടുതലായി മഴ രേഖപ്പെടുത്തിയ ഒരു കണക്കുമാണത്. ജില്ലകളിലെടുത്ത് നോക്കിയാൽ ശരാശരി 103 മില്ലിലിറ്റർ മഴ കോട്ടയത്തും 99.8 മില്ലിമീറ്റർ മഴ വയനാട്ടിലും 89.2 മില്ലിമീറ്റർ മഴ കണ്ണൂരിലും 85 മില്ലിമീറ്റർ മഴ കാസർഗോഡും 80 മില്ലിമീറ്റർ മഴ എറണാകുളത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കണക്ക് പരിശോധിച്ചാൽ വളരെ തീവ്രമായിട്ടുള്ള മഴയാണ് വിവിധ സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ജില്ലയ്ക്ക് താഴെ പ്രദേശങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ന് രേഖപ്പെടുത്തിയ മഴയിൽ ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയിട്ടുള്ളത് കോട്ടയം ജില്ലയിലെ കിടങ്ങൂരിലാണ്. 199 മില്ലിലിറ്റർ മഴ. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും വലിയ മഴയാണ് 199 മില്ലിലിറ്റർ മഴ. ഈ കഴിഞ്ഞ 24 മണിക്കൂറിൽ എന്ന് മാത്രമല്ല ഒരുപക്ഷെ ഈ സീസണിലുള്ള ഏറ്റവും വലിയ മഴയാണിത്. കോട്ടയത്ത് 174 വയനാട് ജില്ലയിലെ പടിഞ്ഞാറത്തറ ഡാമിൽ 165 മില്ലിമീറ്റർ വീതവുമുള്ള മഴ രേഖപ്പെടുത്തിയതായിട്ടാണ് ഇപ്പോൾ നമ്മുടെ കണക്കുകൾ രേഖപ്പെടുന്നത്. ഇപ്പോൾ നമുക്ക് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഏതാണ്ട് 220ഓളം സ്ഥലങ്ങളിൽ ഇപ്പോൾ നമ്മൾ സൈറൻ, ഏറ്റവും അപകടകരമായിട്ടുള്ള ഫലങ്ങളുണ്ടായാൽ പെട്ടെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന വിധത്തിലുള്ള സൈറനുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു ഗുണകരമായിട്ടുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങളായി മാറി എന്നാണ് ഇന്നലത്തെ അനുഭവങ്ങൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. GFSഉം IBMഉം 126ഓളം മഴമാപിനികളും നമ്മുടെ സംസ്ഥാനത്ത് വെച്ചിട്ടുണ്ട്. അതായത് 252 മഴമാപിനികളും സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വെച്ചും നമുക്ക് വിവരങ്ങൾ ലഭ്യമാണ്. കേന്ദ്ര ജല കമ്മീഷൻ്റെ കണക്ക് പ്രകാരം ഇന്ന് മടമൺ സ്റ്റേഷൻ ഉൾപ്പെടുന്ന പമ്പാ നദിയിലും മണിമല നദിയിലെ കല്ലുപാറ സ്റ്റേഷനിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ദിവസമാണ്. നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ തുമ്പമൺ സ്റ്റേഷൻ അടക്കം അച്ചൻകോവിൽ നദിയിലും കോട്ടയം ജില്ലയിലെ മണിമല നദിയുടെ ഭാഗമായിട്ടുള്ള പുല്ലാക്കയർ സ്റ്റേഷനിലും ഇടുക്കി ജില്ലയിലെ തൊടുപുഴ നദിയുടെ ഭാഗമായിട്ടുള്ള മണക്കാട് സ്റ്റേഷനിലും സെൻട്രൽ വാട്ടർ അതോറിറ്റി യെല്ലോ അലർട്ട് കൂടി ഇന്നത്തെ ദിവസം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപകടകരമായ വിധത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഡാമുകളിൽ വെള്ളം കൂടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിലും അരുവിക്കര, കല്ലാർകുട്ടി, ലോവർ പെരിയാർ, പാമ്പ്ള, പെരിങ്ങൽകുത്ത് ഇപ്പോൾ
3 ഷട്ടറുകൾ വീതം 3 മീറ്റർ ഉയർത്തിയിട്ടുള്ള മലങ്കര ഈ സ്ഥലങ്ങളിലെ ഡാമുകളാണ് ഇപ്പോൾ തുറന്നു വച്ചിട്ടുള്ള ഡാമുകൾ. ഭാഗികമായും ആവശ്യമുള്ള അത്രയും വെള്ളം മാത്രമേ പുറത്തോട്ട് പോകുന്നുള്ളൂ. ഓറഞ്ച് ബുക്ക് പറയും പ്രകാരമുള്ള റൂൾ കർവിനെ കൃത്യമായി രേഖപ്പെടുത്താൻ കഴിയുന്ന വിധത്തിലുള്ള നടപടികളാണ് ഇപ്പോൾ ചെയ്തു വരുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് സെൻട്രൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 9 NDRF ടീമിനെ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ വിന്യസിപ്പിച്ച് കഴിഞ്ഞു. കേരളത്തിലുള്ളത് ഇടുക്കി ജില്ല, പത്തനംതിട്ട ജില്ല, ആലപ്പുഴ ജില്ല, എറണാകുളം, മലപ്പുറം, കൊല്ലം, കോഴിക്കോട്, തൃശ്ശൂർ, വയനാട് ഈ 9 ജില്ലകളിലാണ് ഇപ്പോൾ ദേശീയ ദുരന്ത നിവാരണ സേനയുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാക്കിയിട്ടുള്ള NDRF ടീമിനെ വിനിയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാലവർഷക്കാറ്റിൻ്റെ കേരളത്തിലുള്ള ഗതിവേഗം 45 മുതൽ 55 വരെ കിലോമീറ്റർ ആയതുകൊണ്ട് യാത്ര വളരെ ഗൗരവമായി കാണേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. മലയോരത്ത് പ്രത്യേകിച്ച് മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് രാത്രി യാത്ര നിരോധിക്കാനുള്ള ഒരു പൊതു ചർച്ചയാണ് കളക്ടർമാരുടെ യോഗത്തിനിടയിൽ ഉയർന്നു വന്ന ആവശ്യമായി വന്നത്. അത്തരം അനിവാര്യമായ ഘട്ടത്തിൽ ആ യാത്ര നിരോധിക്കാം എന്ന് തന്നെയാണ് സർക്കാർ ഇന്ന് ഈ ചർച്ചയുടെ ഭാഗമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ കൊടുത്തത്. എന്ന് മാത്രമല്ല, അതിനേക്കാൾ ഗൗരവമായി വന്ന ഒരു കാര്യം, ഈ മഴ ഇങ്ങനെ കനക്കുകയും കാറ്റ് ശക്തമായി വീശുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ പൂർണ്ണമായി മുറിച്ചു നീക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ അതിന് നേതൃത്വപരമായ പങ്ക് റവന്യൂ, തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ ചെയ്യണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. റവന്യൂ വകുപ്പിൻ്റെ മുമ്പാകെ വരുന്ന മുഴുവൻ അപേക്ഷകളിലും വളരെ വേഗതയിൽ സ്ഥലം നോക്കി സബ് കളക്ടറോ RDO അത് മുറിച്ചു മാറ്റാൻ ആവശ്യമെങ്കിൽ അനുവാദം കൊടുക്കാൻ ഒരു മടിയും ഉണ്ടാകരുത്. അതിന് കാലക്രമേണ ഓരോ സ്ഥലങ്ങളിലായി ഓഫീസുകളിലായി പോയി കാത്തിരിക്കാൻ നിൽക്കരുത്. അപേക്ഷ ലഭ്യമായാൽ ഏറ്റവും പെട്ടെന്ന് അത് പരിശോധിച്ച് ആവശ്യമായ നടപടിയെടുക്കണം.